രാജ്യത്തിൻ്റെ ഭരണഘടന എഴുതപ്പെട്ട് അത് ഔദ്യോഗികമായി നിലവിൽ വന്ന് 75 വർഷങ്ങൾ പൂർത്തിയായി 76-ാം വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 1950 ജനുവരി മാസം 26-നാണ് നമ്മുടെ ഭരണഘടനയെ ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭ അംഗീകരിച്ച് രാജ്യത്തിന് വേണ്ടി ഔദ്യോഗികമായി നിലവിൽ വരുത്തിയ ദിനം. അതിൻ്റെ 75 വർഷങ്ങൾ പൂർത്തിയായി 76-ാം വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ നിൽക്കുമ്പോൾ ഇന്ത്യയെ നിർവചിച്ച ഭരണഘടനയും ആ ഭരണഘടനയിലെ ആശയ സംഹിതകളെയും നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഇന്ത്യ ഒരു പരമാധികാര സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ രാജ്യമായി ഇന്ത്യയെ പ്രഖ്യാപിച്ചതിൻ്റെ 76-ാം വാർഷികമാണ് ഇന്ന്. ഇപ്പോൾ വിശ്വനാഥ് ആർലേക്കറും കുടുംബവും എത്തിയിട്ടുണ്ട്. സെൻട്രൽ സ്റ്റേഡിയത്തിലെ ചടങ്ങുകളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. മുഖ്യമന്ത്രിയും സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ പ്രസിഡന്റ് കർത്തവ്യപഥിലെത്തുന്നതോടുകൂടി ദില്ലിയിലും റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമാവുകയും ചെയ്യും. ഇപ്പോൾ ഡൽഹി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. നമുക്ക് ദില്ലിയിലെ ദൃശ്യങ്ങളും ഇടയ്ക്കൊന്ന് പ്രേക്ഷകർക്ക് കാട്ടിക്കൊടുക്കണം. വാർ മെമ്മോറിയലിലേക്ക് പ്രധാനമന്ത്രി എത്തും. ഇപ്പോൾ മാർച്ച് പാസ്റ്റിൽ അണിനിരന്നിരിക്കുന്ന വിവിധ ഫ്ലോട്ടുകൾ ഇപ്പോൾ വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിൽ നിന്നുള്ള കാഴ്ചകളും പ്രേക്ഷകർക്ക് കാണാം. എറണാകുളത്ത് പി രാജീവ് ആണ് എന്ന് തോന്നുന്നു. അതെ, എറണാകുളത്ത് പി രാജീവാണ്. വിവിധ ഇടങ്ങളിൽ പോലീസിൻ്റെ മാർച്ച് പാസ്റ്റുകൾ പോലീസ് മാർച്ച് ചെയ്യുന്നത് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പരേഡുകൾ നടക്കുകയാണ് പലയിടങ്ങളിലും. NCCയുടെയും പോലീസ് അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും ഒക്കെ പരേഡുകൾ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ജില്ലാ ആസ്ഥാനങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. അതാത് ജില്ലാ ആസ്ഥാനങ്ങളിൽ വിവിധ മന്ത്രിമാരായിരിക്കും, ചുമതലയുള്ള മന്ത്രിമാരായിരിക്കും പരേഡുകൾക്ക് ഇന്നത്തെ പരേഡിൽ പങ്കെടുക്കുന്ന എല്ലാ കണ്ടിജൻസും കോളം ഓഫ് റൂട്ട് എന്ന ഫോർമേഷനിൽ ക്വിക്ക് മാർച്ചിൽ വന്ന് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു. ഗവർണർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ക്വിക്ക് മാർച്ചാണ് നടക്കുന്നത്. ഇപ്പോൾ കാണുന്ന പരേഡുകൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നുള്ള പരേഡ് എറണാകുളത്ത്, അതേപോലെ NCC പ്ലാറ്റൂണുകൾ, പോലീസിൻ്റെ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ, മാസ്റ്റർ ജീവപ്രസാദ് നയിക്കുന്ന PM ശ്രീ ജവഹർ നവോദയ വിദ്യാലയ കുളമാവിന്റെ NCC ജൂനിയർ ഡിവിഷൻ ബോയ്സ് പ്ലറ്റൂൺ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു. റിപ്പോർട്ടർ TVയുടെ റിപ്പബ്ലിക് ദിനാശംസകൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. രാജ്യം 76-ാമത് റിപ്പബ്ലിക് ദിനാഘോഷ നിറവിലാണ്. വിപുലമായ ആഘോഷങ്ങളാണ് രാജ്യത്തും വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിലും സംസ്ഥാനത്തും ക്രമീകരിച്ചിരിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ചു. അതിനുശേഷം ഇപ്പോൾ വിവിധ സേനാ അർദ്ധസേനാ വിഭാഗങ്ങളുടെയും NCC കേഡറ്റുമാരുടെയും പരേഡുകൾ അഭിവാദ്യം സ്വീകരിക്കുകയാണ് ഗവർണർ. ജില്ലാ ആസ്ഥാനങ്ങളിൽ വിവിധ മന്ത്രിമാർ. റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പബ്ലിക് ദിനാശംസകൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നേരുകയാണ്. രാജ്യം 76-ാമത്തെ റിപ്പബ്ലിക് ആഘോഷിക്കുന്ന സുവർണ നിമിഷമാണ്. ഇന്ത്യക്ക് സ്വന്തമായ ഭരണഘടന നിലവിൽ വന്നതിൻ്റെ 76 സുവർണ വർഷങ്ങൾ, 75 വർഷങ്ങൾ പൂർത്തിയായി 76-ാം വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്.
കർണാടക പോലീസിന്റെ പരേഡ് ഗ്രൗണ്ടിൽ മന്ത്രി പി രാജീവ് റിപ്പബ്ലിക് ദിന പതാക ഉയർത്തുന്നു. വിവിധ പ്ലാറ്റൂണുകൾ അഭിവാദ്യം അർപ്പിക്കുകയാണ്. വയനാട് SKMJ ഗ്രൗണ്ടിൽ AK ശശീന്ദ്രൻ വനംവകുപ്പ് മന്ത്രി റിപ്പബ്ലിക് ദിന പതാക ഉയർത്തി. വിവിധ പ്ലാറ്റൂണുകളുടെ പരേഡുകളാണ് ഇപ്പോൾ നടക്കുന്നത്. പാലക്കാട് കോട്ട മൈതാനത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി K കൃഷ്ണൻകുട്ടിയാണ് ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. വിവിധ പ്ലാറ്റൂണുകളുടെ പരേഡുകൾ വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിൽ നടക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പാലക്കാട് മന്ത്രി K കൃഷ്ണൻകുട്ടി, എറണാകുളത്ത് മന്ത്രി പി രാജീവ്, വയനാട് മന്ത്രി AK ശശീന്ദ്രൻ എന്നിവരാണ്. എറണാകുളത്തെ കാക്കനാട് പരേഡ് ഗ്രൗണ്ടിൽ മന്ത്രി പി രാജീവ് റിപ്പബ്ലിക് ദിന പതാക ഉയർത്തി. വിവിധ പ്ലാറ്റൂണുകൾ അഭിവാദ്യം അർപ്പിക്കുകയാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ വിശ്വനാഥ് ആർലേക്കറാണ് പതാക ഉയർത്തി ഇപ്പോൾ പ്ലാറ്റൂണുകളുടെ പരേഡുകൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നത്. കൊല്ലത്ത് ആശ്രാമത്ത് KN ബാലഗോപാൽ ഇപ്പോൾ വിവിധ പ്ലാറ്റൂണുകളുടെ പരേഡുകളുടെ അഭിവാദ്യം സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ദേശീയ പതാക ഉയർത്തി ഇപ്പോൾ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. രാജ്യത്തിന് റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്നിരിക്കുകയാണ് പ്രധാനമന്ത്രിയും. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ, ദൃശ്യങ്ങൾ റിപ്പോർട്ടർ TVയിലൂടെ പ്രേക്ഷകർക്ക് കാണാം. രാജ്യം 76ാമത്തെ റിപ്പബ്ലിക് ദിനത്തിലേക്ക് കടക്കുമ്പോൾ റിപ്പോർട്ടർ TVയുടെ റിപ്പബ്ലിക് ദിന ആശംസകൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നേരുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ, രാജ്യത്തെ തലസ്ഥാനത്ത് നിന്നുമുള്ള ദൃശ്യങ്ങൾ കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് നൽകും. ഇപ്പോൾ ജില്ലാ ആസ്ഥാനങ്ങളിൽ വിവിധ പ്ലാറ്റൂണുകൾ നടത്തുന്ന പരേഡിന്റെ ദൃശ്യങ്ങളാണ്. NCC, സ്കൗട്ട് ആൻഡ് ഗെയിംസ് തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികളുടെ സംഘടനകൾ നടത്തുന്ന പരേഡുകളുണ്ട്. ആ പരേഡുകളിൽ അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് വിശിഷ്ട അതിഥികൾ ഇപ്പോൾ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കാഴ്ചയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ നേരുകയാണ്.